ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വിവാഹം നടത്തിയാലേ എനിക്ക് എന്റെ മോളുടെ ജീവനാണ് ബലി കൊടുക്കേണ്ടി വരുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈ വിവാഹം മുടങ്ങണം. പക്ഷേ ഗാഥ മാഡം ഇത്ര തീവ്രമായി നവീനെ സ്നേഹിക്കുമ്പോ 3-4 ദിവസം കൊണ്ട് നവീൻ അവളോട് തോന്നിയ സ്നേഹമല്ല. സാധാരണയായിട്ട് നിന്റെ അച്ഛൻ എങ്ങനെയൊക്കെ പറയുന്നേ? പാരമ്പര്യം കിട്ടുമല്ലോ. അതൊക്കെ പതുക്കെ മാറുന്നേ. കുറച്ചു ദിവസം കഴിയുമ്പോ നോക്കിക്കോ, സുനന്ദേച്ചിയായിരിക്കും സിത്താര മാഡത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടയാള്. നടന്ന തന്നെ. ഉണ്ണിമായ. ഹലോ ഉണ്ണിമായേ. കൃഷ്ണേ, ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയെന്ന ഡോക്ടർ പറഞ്ഞ്. ഓപ്പറേഷൻ എന്നാ നടത്തുന്നതെന്ന് ചോദിച്ചു. ഉണ്ണി, അമ്മ എവിടെ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. കൃഷ്ണേ, കുറച്ച് വേദന കൂടിയതുകൊണ്ട് 1-2 ഗുളികകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അത് കഴിച്ചാൽ നല്ല ക്ഷീണം ഉണ്ടാവും, ഉറങ്ങും എന്നൊക്കെ ഡോക്ടർമാര് പറഞ്ഞിരുന്നു. അമ്മ ഇപ്പൊ ഉറങ്ങോ? നീ എപ്പോഴാ വരിക? അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ വരാം ഉണ്ണിമായെ. എത്രയും പെട്ടെന്ന് വരാം. അതെ, നീ ആ സുന്ദരിയെ തേടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതിലും നല്ലത് നാട്ടിലേക്ക് പോരുന്നതാ. ഞാനിപ്പോ അവരുടെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിൽക്കുന്ന വീട്ടിലെ സുനന്ദേച്ചി വലിയൊരു വീട്ടിലാ ജോലിക്ക് പോകുന്ന. അത്യാവശ്യം വന്നാല് ആ മാഡത്തിനോട് കുറച്ച് പണം ചോദിക്കാന്ന് സുനന്ദേച്ചി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാ ഞാൻ ഉടനെ വരാട്ടോ. ശരി, നിന്നോടിപ്പോ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടെന്താ? ഞാൻ വരൂടി. ദൈവം എല്ലാം ശരിയാക്കി തരും. മാഡത്തിന്റെ അടുത്ത് ചെന്ന് പണം ചോദിക്കാം കിട്ടുന്നൊക്കെ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? മമ്മി, മമ്മി, യു ആർ ഗ്രേറ്റ്. യു ആർ ഓൾവേസ് ഗ്രേറ്റ്. നവീന്റെ കുടുംബത്തിൽ പോണം, അവിടെ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടേ വിവാഹം നടത്താവൂ എന്ന് മമ്മി പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ നൗ ഐ റിയലൈസ് ദാറ്റ് മമ്മി പറഞ്ഞതാണ് ശരി. ദേ നോക്ക്, മമ്മിയുടെ മോള് അവരെയൊക്കെ കൃത്യമായിട്ട് പരിചയപ്പെട്ടു. അവരുടെയൊക്കെ മനസ്സിലിപ്പോ ഗാഥാ ശ്രീനിവാസ് മുത്തശ്ശി പറഞ്ഞതുപോലെ കളരിക്കലെ വിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മമ്മി. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സിനി എന്നെ അറിയിച്ചിരുന്നു. പക്ഷേ എന്റെ മകളിൽ നിന്ന് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. പിന്നെ ആദ്യമൊക്കെ സ്വന്തം ഐഡന്റിറ്റി സംരക്ഷിക്കാനായിട്ട് വീറോടെ പൊരുതിയ നീയെ പിന്നെ അങ്ങ് കീഴടങ്ങി കൊടുത്തു അല്ലേ? നീ എന്റെ രാജകുമാരിയാ. അവിടെയുള്ളവരെ അനുസരിക്കാനായിട്ടല്ല നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. മമ്മി, നോ ഗാഥ. എവിടെ പോയാലും നീ നമ്പർ 1 ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് നീ മാനിച്ചില്ല. പകരം അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഒരു പൊട്ടി പെണ്ണെ പോലെ തലയാട്ടി നിന്നു കൊടുത്തു നീ. അതിന്റെ കാരണം എന്താണെന്നറിയോ മമ്മിക്ക്? നവീൻ, ഐ ലവ് ഹിം വെരി മച്ച്. നവീൻ എനിക്കിന് പിരിയാൻ പറ്റില്ല മമ്മി. അത്രയ്ക്ക് അവൻ എന്റെ മനസ്സിലേക്ക് കയറിപ്പോയി. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ല കാര്യല്ലേ മമ്മി? ആ, ഞാനിതൊക്കെ ഒന്ന് മാറ്റട്ടെ. എന്നിട്ട് വന്ന് വിശദമായിട്ട് മമ്മിയോട് പറയാം. ഓക്കേ?
നവീൻ, ഗാഥ അനങ്ങല്ലേ? നവീൻ, help me. മാമ. ഇത്രയൊക്കെ അവിടെ സംഭവിച്ചിട്ടും സിനി എന്താ എന്നെ ഒന്ന് വിളിച്ചറിയിക്കായിരുന്നത്? ഫോണിലൂടെ പറയാതിരുന്നത് മാഡം ഇവിടെ തനിച്ചല്ല, ടെൻഷൻ ആവണ്ടെന്ന് കരുതിയ. എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ ടെൻഷൻ ആവും സിനി. അത് ഏത് വഴി അറിഞ്ഞാലും. മാഡം, ആ കാഴ്ച കണ്ടപ്പോ ശാപത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ വിവാഹം നടത്തിയാലേ എനിക്ക് എന്റെ മോളുടെ ജീവനാണ് ബലി കൊടുക്കേണ്ടി വരുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈ വിവാഹം മുടങ്ങണം. പക്ഷേ ഗാഥ മാഡം ഇത്ര തീവ്രമായി നവീനെ സ്നേഹിക്കുമ്പോ 3-4 ദിവസം കൊണ്ട് നവീൻ അവളോട് തോന്നിയ സ്നേഹമല്ല. ജന്മം മുഴുവൻ അവളെ ചേർത്ത് പിടിക്കുന്ന എന്റെ സ്നേഹത്തിനാവല. നവീൻ അവളെ മറക്കണം. ഈ വിവാഹത്തിന് ഗാഥ പിന്മാറണം. എനിക്ക് അതിനുള്ള മാർഗം എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ.